തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. സംശയവും ഭയവും ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന സാധാരണ വികാരങ്ങളാണ്. എന്നിരുന്നാലും ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നവർക്ക് ബൈബിൾ അനേകം ഉറപ്പുകൾ നൽകുന്നു. സംശയത്തിന്റെ നിമിഷങ്ങളിൽ ദൈവം എപ്പോഴും സന്നിഹിതനും വിശ്വസ്തനുമാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. യാക്കോബ് 1:6 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, സംശയിക്കരുത്, കാരണം സംശയിക്കുന്നവൻ കടലിലെ തിരമാല പോലെയാണ്, കാറ്റിൽ പറത്തി ആടിയുലഞ്ഞു. പാത അവ്യക്തമെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കാൻ ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭയവും ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളോടുള്ള സ്വാഭാവിക പ്രതികരണമാണ്, എന്നാൽ ഭയം നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. യെശയ്യാവ് 41 ദൈവം പറയുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എന്റെ നീതിയുള്ള വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ വാക്യം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ശക്തിയും സംരക്ഷണവും വാഗ്ദാനം ചെയ്ത് ദൈവം നമ്മോടൊപ്പമുണ്ട്. 2 തിമോഥെയോസ് 1:7 ആശ്വസിപ്പിക്കുന്നു, ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ തന്നിരിക്കുന്നു. ഭയം ദൈവത്തിൽ നിന്നല്ല വരുന്നതെന്ന് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പകരം ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നല്ല മനസ്സോടെയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവന്റെ ആത്മാവിനാൽ നമുക്ക് ശക്തിയുണ്ട്. ഉപസംഹാരമായി, സംശയവും ഭയവും സ്വാഭാവികമാണെങ്കിലും അവ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് സമാധാനവും ശക്തിയും അവൻ എപ്പോഴും നിയന്ത്രണത്തിലാണെന്ന ഉറപ്പും കണ്ടെത്താനാകും.